നമസ്തേ കൂട്ടുകാരെ, വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഈ 2 മാസം മുമ്പേ നമ്മുടെ അഖിൽ മാരാ ഒന്ന് ഏറിക്കേറിയായിരുന്നു. അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്താണ് ഇവിടെ പറയേണ്ട ആവശ്യം? പറയാം. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ അഖിൽ മാരാർ എന്തിനാണ് ഏറിക്കേറിയത്? സ്വാഭാവികമായിട്ട് പുള്ളി പല കാര്യങ്ങൾക്ക് കയറുന്നുണ്ട്. ഈ റീസൺ ആയിട്ട് പുള്ളി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രസവം ഈസി ആയിട്ടുള്ള കാര്യമാണ്. പണ്ടുള്ളവർ പോകുന്നു, പ്രസവിക്കുന്നു, വരുന്നു, പിന്നെ അരിയിടിക്കുന്നു. ഇതായിരുന്നല്ലോ കണ്ടന്റ് അന്ന്. നമ്മുടെ രേണുസുധിയും ആ ഒരു ലൈനാണ്. ഈ സമയത്ത് ട്രീറ്റ്മെന്റ് സമയത്ത് ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ കിട്ടിയാൽ ഞാൻ ചെയ്യാൻ പറ്റും, നിങ്ങൾ കോൺടാക്ട് ചെയ്യും മാനേജറുടെ. ഇന്നലെ എനിക്കൊരു ഇനോഗ്രേഷൻ വന്നു, നാളെ ഒരു ഇനോഗ്രേഷൻ ഉള്ളതായിരുന്നു തൃശ്ശൂർ. പക്ഷേ ചെയ്യാൻ പറ്റില്ല, ഡോക്ടേഴ്സ് സമ്മതിക്കില്ല. അത് അവർ ചെറിയ ചെറിയ പ്രോഗ്രാം ഇവിടെയുള്ള അടുത്തൊക്കെയുള്ള പ്രോഗ്രാംസൊക്കെ നിങ്ങൾ പഴയപോലെ ചെറിയ ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ തരുവാണെങ്കിൽ എൻ്റെ പരിമിതിക്കനുസരിച്ച് ഞാൻ ചെയ്യാം. അത് ഭയങ്കര ധൈര്യമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇടുന്നത് ഒരു സൈഡിൽ കൂടെ ഞാൻ മുന്നോട്ട് വരാൻ കാണിക്കുന്നു എന്ന് പറയുന്ന രേണു അതേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ, അതൊക്കെ ഒരു ഈസി ആണേ. ഇതാണ് പുള്ളിക്കാരിയുടെ ഒരു ലൈൻ. അതായത് രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, വൈകിട്ടൊന്ന്. നമുക്കിപ്പോൾ ഒരു അസുഖമായിട്ട് ഈവൻ നമുക്കൊരു പനിയായിട്ട് നമ്മൾ ആശുപത്രി പോയി കഴിഞ്ഞാൽ ഡോക്ടർ ഒരു ഗുളിക, ഒരു ആന്റിബയോട്ടിക്, അതായത് നമുക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമാണെന്ന് ഡോക്ടർ ഐഡന്റിഫൈ ചെയ്താൽ അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആന്റിബയോട്ടിക് തരും. എന്താ പറയാ, ഒരു ഗുളിക 3 നേരം വെച്ച് 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കഴിക്കണമെന്നും പറഞ്ഞിട്ട് നമുക്കൊരു കുറിപ്പടിയോട് കൂടി എഴുത്തരും. കടയിലല്ല, ഫാർമസി പോയിട്ട് നമ്മളത് വാങ്ങിച്ച് വെച്ച് നമ്മൾ രാവിലെ കഴിക്കും, ഉച്ചയ്ക്ക് കഴിക്കും, വൈകിട്ട് കഴിക്കും. അതുപോലെയാണ് നമ്മുടെ രേണുസുധിയുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ. രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, വൈകിട്ടൊന്ന്. ശരി, നമുക്കതിനെ ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഞാനാണെങ്കിലും ഒരു പെയിൻ, ആ ഒരു സംഭവം എനിക്കുണ്ട്. എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാനിങ്ങനെ ആ പെയിനാണ്. എനിക്ക് ആ പെയിൻ എന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റാത്ത പെയിനാണ്. ഞാൻ അതിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. മാസങ്ങളായി ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നും ഞാൻ പോയി എനിക്ക് ഡോക്ടർ MRI CT ഒക്കെ എഴുതി തന്നിട്ടുണ്ട്, NCV എഴുതിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ നിലവിലെ പോക്ക്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് മൂഡ് സ്വിങ്സ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് എഴുന്നേൽക്കും. പക്ഷെ നമുക്ക് ഉടനെ എന്തെങ്കിലുമൊക്കെ അല്ലേ സഡൻലി നമുക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ച്, പെട്ടെന്ന് ഒരു ദേഹത്ത് വേദന വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരും. ഈ 3 തരത്തിൽ നമുക്ക് സ്വഭാവം ചേഞ്ച് ആവും. പക്ഷെ ഈ സ്വഭാവം ചേഞ്ച് ആവുമ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം. എനിക്ക് പെയിൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് വേദന രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് വന്നാൽ, എൻ്റെ മക്കളായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദേഷ്യം, ഇറിറ്റേറ്റ് ആവും ഞാൻ. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഇരിപ്പാ, ഈ കലി വരും. ചോദിച്ചതൊന്നും പറയില്ല. കാരണം എന്താ, വേദന എന്ന് പറയാൻ പറ്റില്ല. എല്ലിനകത്തൊക്കെ ഇങ്ങനെ പുളക്കം പറയും. അമ്മാതിരി ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണെന്നേ. നമുക്ക് നിൽക്കാനൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ആ സമയത്ത് എന്തെങ്കിലും പറയും, സ്വന്തമായിട്ട് ചെയ്തുകൂടെ, എന്നോട് എന്തിനാ എന്ന് വെച്ച് ഞാൻ ബഹളം വെക്കും. പക്ഷെ ഒരു ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞ് ഒരു ടാബ്ലറ്റിന്റെ എഫക്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും. ആ ടൈം അത്രയും ആ ഒരു എഫക്ട് സ്റ്റാർട്ട് ആവുന്ന ആ ടൈം വരെ നമുക്ക് ആ പെയിൻ ഉണ്ടാവും. പതിയെ പതിയെ ആ പെയിൻ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ എൻ്റെ ആ ദേഷ്യവും കുറഞ്ഞു വരും, എൻ്റെ ഇറിറ്റേഷൻ കുറഞ്ഞു വരും. ഞാൻ ഓക്കെ ആവും, ഞാൻ ഹാപ്പി ആവും. ആ ഹാപ്പി ആവുന്ന ടൈമിലായിരിക്കും ചിലപ്പോൾ ഞാൻ ഒരു സന്തോഷത്തോടെ ചിരിക്കുക, അല്ലെങ്കിൽ വർത്താനം പറയുക. ഈവൻ ഞാൻ റീൽസ് പോലും എടുക്കുന്ന ആ ടൈമായിരിക്കും. രാവിലെ ചൊറിഞ്ഞിരിക്കുന്ന സമയത്ത് റീൽസ് പോയിക്കോട്ടെ, ഞാൻ സത്യം പറഞ്ഞ ഇവിടെ കാപ്പി ഇട്ടാൽ കൊടുക്കും സംശയം. അപ്പം എനിക്ക് അത്ര ദേഷ്യം വരും. വീണ്ടും പെയിൻ വരുമ്പോൾ എൻ്റെ സ്വഭാവം വീണ്ടും മാറും. അതായത് ഒരു സമയത്ത് 3 നേരം മരുന്ന് കഴിക്കണ പോലെ എൻ്റെ 3 നേരം സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. കാരണം ഈ വേദനയുടെ ഒരു തീവ്രതയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില സമയങ്ങളിൽ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് ഒരേ സ്വഭാവമായിരിക്കും. പക്ഷെ എനിക്ക് അസുഖം ഉണ്ടാവുന്നതിന് മുമ്പ് വരെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നില്ല. ആകെപ്പാടെ എല്ലാവരും പറയുന്ന പോലെ പീരീഡ്സ് ടൈമിൽ മാത്രമാണ് അത് സ്വാഭാവികം. ആ ടൈമിൽ എനിക്കുണ്ടാകാറുണ്ടായിരുന്നു. അത് ആ ടൈമിലെയാണെന്ന് പറയുന്നത്. പക്ഷെ എനിക്കതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത്, ക്യാൻസർ പോലെയുള്ള ഒരു അസുഖം, ഈ അസുഖത്തിൽ നമ്മുടെ രേണു ഇത്രമാത്രം റീൽ ചെയ്യാനുള്ള ഒരു എനർജി ഞാൻ കണ്ടിട്ടുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഏകദേശം 10-15 വർഷത്തോളം ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്തൊരു വ്യക്തിയാണ്. അതായത് 2009 മുതൽ ഞാൻ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്തൊരു വ്യക്തിയാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുഞ്ഞൊക്കെ ആയിട്ടാണ് ഞാനൊന്ന് മാറി നിൽക്കുന്നത്. ഈ കാലയളവിൽ കൂടുതലായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മേഖല എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ പേഷ്യൻസിന് HDU, ICU, വാർഡ്, അങ്ങനെയുള്ള അതിനകത്ത് എല്ലാത്തരം പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഓർത്തോ ഉണ്ടായിരുന്നു, ജനറൽ സർജറി ഉണ്ടായിരുന്നു, ഗൈനി ഉണ്ടായിരുന്നു. ഗൈനി കുറവായിരുന്നു കേട്ടോ, ഗൈനിയുടെ തന്നെ മാറ്റുമായിരുന്നു. പിന്നെ അല്ലാത്ത ക്രിട്ടിക്കൽ ആണെങ്കിൽ മാത്രം. പിന്നുള്ളത് ക്യാൻസർ എന്ന് പറയുമ്പോൾ അങ്ങറ്റം കമാൻഡോ സർജറി വരെ കഴിഞ്ഞ പേഷ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. HDU, ICU, വാർഡ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, അങ്ങനെയുള്ള എല്ലാ അതിൽ നിന്നിട്ടുണ്ട് നമ്മൾ. അതായത് സർജറി കഴിഞ്ഞവരെ, കീമോ കഴിഞ്ഞവരെ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, പരിചരിച്ചിട്ടുണ്ട്. എല്ലാവരുടെ മുഖത്തിന് ഒരു എന്താ പറയാ, ഒരു ചിരിയുണ്ട് കേട്ടോ. എല്ലാവരും ചിരിക്കും, ഇല്ല ഞാൻ പറയുക. പക്ഷെ ജീവിതം തീർന്നു. അവർക്കൊരു ഫോട്ടോ പോലും എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ല. ഇപ്പം അങ്ങനെയാണ് ആ ആൾക്കാരുടെ ഒരു വ്യക്തികളുടെ നേച്ചർ എന്ന് പറയുന്നത്. ഇവിടെ
ഓണസദ്യ കഴിക്കുന്നത് പോലെയാ നമ്മുടെ രേണുസുതിക്ക്. വല്ലാത്തൊരു എനർജി കേട്ടോ. അപ്പം നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ പ്രേക്ഷകരോട്, എന്നെ ഈ കാണുന്ന പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ അസുഖത്തിനെ ചെറുതായിട്ട് കാണരുത്. അത്ര നിസ്സാരമായതല്ല. രേണുസുതിക്ക് നിസ്സാരമായിരിക്കാം. പക്ഷെ നോർമലി ഒരു വ്യക്തിക്കും, അതൊരു 0 സ്റ്റേജ് ആയിക്കോട്ടെ, ഫസ്റ്റ് സ്റ്റേജ് ആയിക്കോട്ടെ, ഒരു വ്യക്തിക്കും അത്ര നിസ്സാരമല്ല ഈ ഒരു അസുഖം. പിന്നൊന്ന് പിക്ലെ. ഇപ്പോ എനിക്കൊന്ന് ഞാൻ അധികം അതിനെപ്പറ്റി അന്വേഷിച്ചില്ല. പക്ഷെ ഞാൻ കേട്ടതും അല്ലെങ്കിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ അറിഞ്ഞതും ഒക്കെ അറിഞ്ഞത് ശരിയാണെന്ന് അറിയില്ല. പക്ഷെ അറിഞ്ഞതിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ടാണ് പിക്ലൈൻ ട്രീറ്റ്മെന്റ് എന്ന് ഞാൻ കേട്ടു. അത് സത്യമാണോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ആദ്യം തന്നെ ഞാൻ പറയുന്നത് അത് രേണുവിനാണ് ഇട്ടതെന്നുള്ളത്. ഈ പിക്ലൈൻ ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട്, ഞാനൊക്കെ ജോലിക്ക് 2009 കയറി ഞാൻ പറഞ്ഞല്ലോ, ആ ടൈമിൽ പിക്ലൈൻ പ്രസന്റ് ആണ്. അതായത് ഞാൻ കേരളത്തിൽ ഡ്യൂട്ടി ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോഴും ആദ്യം പറയാം, ഞാൻ കേരളത്തിൽ ഒരു ഹോസ്പിറ്റൽ ഇതുവരെ ഞാൻ ജോലി ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തതെല്ലാം ഡൽഹി, അങ്ങനെ നമ്മൾ ഔട്ട് ഓഫ് കേരളയായിരുന്നു. അപ്പം അവിടെ എല്ലാം പിക്ലൈൻ ഒക്കെ എല്ലായിടത്തും ഉണ്ട്. ഇപ്പം ഇവനിപ്പോൾ പേഷ്യന്റ് പറയാം, എനിക്ക് എപ്പോഴും അരിക്കാനായിട്ട് വീട്ടിൽ ഇങ്ങനെ കുത്തണ്ട എന്ന് പറയാം. എനിക്ക് ആന്റിബയോട്ടിക് പോകുന്നതാണ്, അപ്പോൾ 2 ദിവസം കൂടുമ്പോൾ കുത്തണം, എനിക്ക് പറ്റില്ല, എൻ്റെ കൈ ഇങ്ങനെ എപ്പോഴും കുത്തി വേദനിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ സെക്കൻഡ് ഓപ്ഷൻ പിക്ലൈൻ ഇടുക. ഈ പിക്ലൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ സെൻട്രൽ ലൈൻ ഉണ്ട്. ഈ സെൻട്രൽ ലൈൻ്റെ അനിയനാണ് ഈ പിക്ലൈൻ എന്ന് പറയുന്നത്. പക്ഷെ പിക്ലൈൻ ആയിക്കോട്ടെ, സെൻട്രൽ ലൈൻ ആയിക്കോട്ടെ, അതിനൊരു പ്രത്യേക കെയർ കൊടുക്കണം. അതറിയോ? ഈ പിക്ലൈൻ ഇടുന്നതിന്റെ മെയിൻ കാരണം, നമുക്കിവിടെ ഇടുന്ന ഒരു IV ലൈൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു പനിയായിട്ട് ഡീഹൈഡ്രേറ്റ് നിങ്ങൾ ആശുപത്രി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഗ്ലൂക്കോസ് തരുന്നല്ലേ, ഈ സംഭവം നമ്മുടെ ഈ കയ്യിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ വയ്ക്കും. അങ്ങനെ ചിലപ്പോൾ 24 hours കഴിയുമ്പോൾ ചെറിയ റെഡ്നെസ് ഉണ്ടാവും. ചിലപ്പം പെട്ടെന്ന് ഔട്ടാവും, ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ ഒടിഞ്ഞ് ലീക്കാവും. പ്രത്യേകിച്ച് കീമോയ്ക്കൊക്കെ ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഒറ്റ കീമോയെ ആ ഒരു ലൈനിൽ പോവുള്ളൂ. അപ്പത്തന്നെ ഈ വെയിൻ ഡെത്ത് ആവും. ഡെത്ത് എന്ന് പറയുന്നത് കല്ല് പോലെ ഇങ്ങനെ ഈ ഒരുമാതിരി തെന്നും. ഇങ്ങനെ പിടിക്കുമ്പോൾ ആ വെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നുന്നത് നമുക്ക് ഫീൽ ചെയ്യും. നല്ല എന്താ പറയാ, ഒരു ലൈന്, എങ്ങനെയാ പറഞ്ഞിരുന്നത്, ഇതിനകത്തൊരു റബ്ബർ കണക്ക് എന്തെങ്കിലും സാധനം വെച്ചിട്ട് ആ റബ്ബർ അങ്ങോട്ട് കൊണ്ട് തെന്നുകയല്ലേ, അതേപോലെ സാധനം അത്ര കട്ടിയായിരിക്കും. അതുപോലെ ഇത് കട്ടിയായി പോകും. ഇതിനകത്ത് ബ്ലഡ് ഒന്നും അധികം വരികയല്ല. അപ്പൊ ഇതിട്ടു, അപ്പൊ അടുത്ത കീമയ്ക്ക് അടുത്തത് കുത്തണം, അങ്ങനെ നമ്മൾ കയ്യിലെല്ലാം കുത്തണം. അപ്പൊ ഇത് ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിക്ലൈൻ ഇടുന്നത്. ഈ പിക്ലൈൻ എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ഈസി ആക്കാം, പക്ഷെ ഈ സാധനം വലിയൊരു ഉപദ്രവകാരി കൂടി. എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ഒരു കെയർ കൊടുത്തില്ലെങ്കിൽ പടക്കേന്ന് ഇൻഫെക്ഷൻ കയറും. ഈ ഇൻഫെക്ഷൻ ഇത് ഡയറക്റ്റ് വലിയ വെയിനിലേക്കാണ്, ഞരമ്പിലേക്കാണ് ഇട്ടിരിക്കുന്ന സാധനം. അല്ലാതെ നമ്മുടെ ഈ കാണുന്ന കുഞ്ഞു ഞരമ്പിലേക്കല്ല ഇടുന്നത്. അപ്പൊ ഇത് നേരെ ചെന്ന് നമുക്ക് എങ്ങോട്ടാണ്, ഹാർട്ടിലെ ഡയറക്റ്റ് ഈ ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ധമനികളിലൂടെയാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇൻഫെക്ഷൻ ഡയറക്റ്റ് അതിലേക്ക് പിടിക്കും. നമ്മളിത് കെയർ ചെയ്യണം. നനയാൻ പാടില്ല, അഴുക്ക് പിടിക്കാൻ പാടില്ല, വിയർപ്പ് അടങ്ങി നിൽക്കാൻ പാടില്ല. ഇത് എപ്പോഴും ഇങ്ങനെ കൈ ഇട്ട് അമക്കാൻ പാടില്ല. കാരണം ഇങ്ങനത്തെ ചെയ്യുമ്പോൾ എന്താ കുഴപ്പം, മൂവ്മെന്റ് കൂടുമ്പോൾ ഇവിടെയൊക്കെ ഈ സ്കിന്ന് വലിയാൻ തുടങ്ങും. അപ്പൊ അവിടെ ഹോൾ കൂടും. അതുപോലെ ഇതിങ്ങനെ മടങ്ങി ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ആകുമ്പോൾ ചെറിയായിട്ട് അവിടെ ഇങ്ങനെ, നിങ്ങൾ തന്നെ കണ്ടില്ലേ, നമ്മളിപ്പം ഒരു വയറൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ആക്കി കഴിയുമ്പോൾ ചെറുതായിട്ട് ലൈൻ വീണ് അവിടെ ഒരു ലീക്ക് വരികയല്ലേ, അത് തന്നെ സംഭവം. അങ്ങനെ ആ സംഭവം ലീക്കാവും, അതുവഴി ഇൻഫെക്ഷൻ കയറും, അറിയുകയില്ല. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന മരുന്നൊക്കെ എന്ത് ചെയ്യും, ആ ലൈനിൽ കൂടെ തിരിച്ചു വരും, അത് ബ്ലോക്ക് ആവും, നീരടിക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഈ ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി മസിൽസ് ഉണ്ട്. അപ്പൊ ഇത് ലീക്കായി ഇവിടെ ഒരു എന്താ പറയാ, നീരൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അറിയില്ല. ഇവിടേക്കാവുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും, ഇവിടെ അങ്ങനെ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അത് നമ്മൾക്ക് ഒരുപാട് എന്താ പറയാ, നമുക്ക് ഒരുപാട് നെഗറ്റീവായിട്ട് ഇൻഫെക്ഷനൊക്കെ പെട്ടെന്ന് കയറാനുള്ള ഒരു വലിയ സോഴ്സ് ആണ് അങ്ങനെയുള്ള ഒരു സൂക്ഷിക്കാത്ത ലൈൻ എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ പിടിച്ച് തട്ടാൻ പാടില്ല, വലിക്കാൻ പാടില്ല, ആട്ടാൻ പാടില്ല. അങ്ങനെ നല്ലതുപോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ലൈനാണ് പിക്ലൈൻ എന്ന് പറയുന്നത്. ഇതിലും ഭയങ്കര ഡേഞ്ചറാണ് സെൻട്രൽ ലൈൻ. അത്രത്തോളം സെൻട്രൽ ലൈൻ കെയർ എന്ന് പറയുമ്പോൾ, നമുക്കൊരു പേഷ്യന്റിന് സെൻട്രൽ ലൈൻ ഉണ്ടെങ്കിൽ രാവിലെ അത് തന്നെ ഒരു വലിയൊരു ജോലിയാണ് നഴ്സുമാർക്ക്. കാരണം അവിടെ ക്ലീൻ ചെയ്യണം, അവിടുത്തെ വാട്ടർ പ്രൂഫ് ഡ്രസ്സിങ് ആയിരിക്കണം, അത് മാറ്റണം, വീണ്ടും അടുത്ത് ഒട്ടിക്കണം, അവിടെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ അല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടോ, റെഡ്നെസ് ഉണ്ടോ, അത്രത്തോളം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സാധനമാണ് സെൻട്രൽ ലൈൻ. അപ്പം അതിന്റെ അനിയനാണ് പിക്ലൈൻ. അപ്പം ഇതിന്റെ പകുതി കെയറെങ്കിലും പിക്ലൈൻ കൊടുക്കണം. ഇത് നിങ്ങൾ പ്രഷർ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ഒരു നോളജ് മാത്രം ഇത് കേട്ടോ, നമ്മളൊക്കെ ചെയ്തിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ലൈൻ, IV ലൈനാണ്, അങ്ങനെയുള്ള ഒരു IV ലൈനാണ് ഈ കുഞ്ഞു കുട്ടികൾ കിളിക്കാമ്പെട്ടി ഇട്ട് കിളിക്കുന്നത്, തട്ടിക്കളിക്കുന്നത് പോലെ രേണു ഇട്ട് കളിക്കണേ. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നിയത്, സീരിയസ് ആയിട്ട് എനിക്ക് തോന്നിയത്, രേണുവിന് ക്യാൻസർ തന്നെയാണോ? എനിക്ക് തോന്നിയാണ്, രേണു ക്യാൻസർ തന്നെയാണോ രേണുവിന്? ഞാൻ സംശയിച്ചു പോകും, സ്വാഭാവികം സംശയിച്ചു പോകും. അവർക്ക് എനിക്ക് രേണുവിനോട് പറയണം, നീ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം, നീ ദുഃഖിക്കേണ്ടി വരില്ല, അത്ര തന്നെ. അപ്പൊ പ്രൊമോഷൻ പോകണം, റീൽ എടുക്കണം, ഇതൊക്കെ ചെയ്യാന്നേ, ഒന്ന് സമയം കൊടുക്ക്. അതിന്റെ കൂടെ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞേക്കാം, വരുമാനത്തിന് വേണ്ടിയിട്ടായിരിക്കാം. എനിക്ക് രേണുവിനോട് പറയാനുള്ളത്, ഒന്ന് അടങ്ങ്, ഇത്തിരി സമയം കൊടു, ട്രീറ്റ്മെന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യും, അതിനുശേഷം നമുക്ക് എല്ലാം ചെയ്യാം. ഈ 6 മാസം സമയം ഉള്ളൂ എന്ന് പറഞ്ഞ പലവരും ഈ അസുഖത്തിൽ നിന്ന് റിക്കവർ ആയി 10-15 കൊല്ലം വീണ്ടും ജീവിച്ചവരുണ്ട്. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യണോ, കുറച്ച് സമയം ആ ട്രീറ്റ്മെന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യ്, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും.
അതിനുശേഷം ആകാമല്ലോ റീൽസ് ഇട്ടോ. സാധാരണ ഒരു അസുഖം പോലെ അല്ലല്ലോ ക്യാൻസർ എന്ന് പറയുന്നത്. ഇതിൽ പ്രത്യേക ശ്രദ്ധയും അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ടൈം കൊടുത്ത് അല്ലെ നമ്മൾ അതിനോടൊന്ന് പൊരുതി വരേണ്ടതാണ്. അപ്പം ഒന്ന് ടൈം കൊടുക്ക്. പെട്ടെന്ന് തന്നെ ഇയാൾക്ക് തിരിച്ചു വരാൻ പറ്റും. വീണ്ടും പഴയതുപോലെ തന്നെ ചെമ്പരത്തി പോലുള്ള പല പല ഇടങ്ങളിൽ പോയിട്ട് ഉദ്ഘാടിക്കാൻ പറ്റും. താനൊന്ന് വെയിറ്റ് ചെയ്യ്. എനിക്കിപ്പോൾ അത്രേ പറയാനുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലിപ്പ് കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്ക്.